ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് പേര് നമ്മളെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ മൊബൈലിൽ NFC ഇല്ലേ? അപ്പോൾ അവർ പറഞ്ഞു NFC ഉണ്ട്, പിന്നെ സിവിൽ ഐ ഡിയിൽ ചിപ്പ് ഉള്ളതല്ലേ, പുതിയ മോഡൽ സിവിൽ ഐ ഡി അല്ലേ, അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരോട് വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കുക, എന്താണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് വരുന്നത്, യുവർ മൊബൈൽ നോട്ട് പ്രൊട്ടക്റ്റഡ് വിത്ത് പാസ്കോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സത്യത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വരില്ല. ചിലപ്പോൾ നമുക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും, യുവർ മൊബൈൽ നോട്ട് പ്രൊട്ടക്റ്റഡ് വിത്ത് പാസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം ഇത്രേ ഉള്ളൂ, നമ്മളുടെ ഈ ഒരു മൊബൈൽ ഐ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈലി സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. കാരണം നമ്മളുടെ സിവിൽ ഐ ഡിയിലുള്ള എല്ലാ ഡാറ്റകളും നമ്മളുടെ മൊബൈൽ ഐ ഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മൾ മൊബൈൽ ഐ ഡിയിലേക്ക് ഒരു ഓതന്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്താൽ നമ്മളെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഈ അയച്ച ആളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ അത് ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈലി സെക്യൂരിറ്റി ലെവലിൽ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, യുവർ മൊബൈൽ ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് വിത്ത് പാസ്കോഡ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, നമ്മളുടെ മൊബൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ഒരു പാസ്വേഡ് അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കൂല. അതായത് നമ്മുടെ മൊബൈൽ ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്ന ഒരു മൊബൈലായിരിക്കും. നിങ്ങൾ മൊബൈലിൽ നിർബന്ധമായിട്ടും ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കണം. അത് പാറ്റേണോ ലോക്കോ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, നിങ്ങളുടെ മൊബൈൽ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് മൊബൈൽ ആയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ സെറ്റിങ്ങിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈലിനൊരു പാസ്വേഡ് ആദ്യം വെക്കുക. പാസ്വേഡോ പാറ്റേണോ ഏത് തരത്തിലുള്ളതായാലും ഒരു പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിന് ആദ്യം വെക്കുക. അതിനുശേഷം നിങ്ങൾ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടാവും, എവിടെയാണ് മൊബൈലിൽ എങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ നോർമലി ഇപ്പം ഞാനിത് വേറൊരു മൊബൈൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഇവിടെ ഓപ്പൺ ആവുന്നില്ല, ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇതാണ് നമ്മൾ പറയുന്നത്, മൊബൈൽ ഓപ്പൺ ആക്കാനുള്ള ഒരു പാസ്വേഡ് നിർബന്ധമായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്ത മൊബൈലിൽ മാത്രമാണ് മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം മൊബൈൽ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. സംഭവം ഇത് വളരെ ഈസി ആട്ടോ. പക്ഷേ ഇത് ചില ആളുകൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുന്നത്. ഒരുപാട് പേരെ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാനിത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷേ ഇത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്, കാരണം ഇനിയും ഇതുപോലെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലും ശ്രദ്ധിക്കാത്ത ഒരുപാട് പേര് നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.